ബരാക്ക ഇൻ്റർനാഷണൽ മിനിസ്ട്രീസിൻ്റെ വേർഡ് ഓഫ് ട്രൂത്ത് പ്രോഗ്രാമിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമ്മൾ സൃഷ്ടിയെക്കുറിച്ചാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. സൃഷ്ടിയെ സംബന്ധിക്കുന്ന പലതരത്തിലുള്ള വ്യൂ പോയിൻറ്റ്സ്, അതായത് ഈ ഭൂമിയെ സംബന്ധിക്കുന്ന, ഭൂമിയുടെ പ്രായത്തെ സംബന്ധിക്കുന്ന പലതരത്തിലുള്ള വ്യൂ പോയിൻറ്റ്സിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിക്കാനിടയായി. ആദ്യം പറഞ്ഞത് ദൈവം ഒരു ഗ്രോണപ്പായിട്ടുള്ള, അതായത് മുതിർന്ന ഒരു ഭൂമിയെയാണ് സൃഷ്ടിച്ചപ്പോഴേ ദ എർത്ത് വാസ് മെച്യൂർ എന്നായിരുന്നു. പക്ഷേ വേദപുസ്തകത്തിൽ ആദ്യത്തെ വാക്യത്തിൽ തന്നെ പറയുന്നുണ്ട് ഭൂമി പാഴും ശൂന്യവുമായിരുന്നു എന്ന്. ഈ പാഴും ശൂന്യവുമായിരുന്നൊരു ഭൂമി മെച്യൂർ എന്ന് പറയാൻ പ്രയാസമാണ്. കാരണം അവിടെ ഒന്നുമില്ലാതിരുന്ന ഒരു സ്ട്രക്ചറിനെ കുറിച്ചാണ് ആദ്യത്തെ വാക്യം നമ്മളെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭൂമി സൃഷ്ടിച്ചപ്പോൾ തന്നെ അതിൻ്റെ പ്രായം ഇത്രയുമായിരുന്നു എന്ന് നമുക്ക് അസ്യൂം ചെയ്യാൻ എളുപ്പമല്ല. അതെങ്കിൽ പോലും അത് ലോജിക്കലി പൂർണ്ണമായിട്ടും തള്ളിക്കളയാൻ സാധിക്കില്ല. കാരണം നമ്മൾ ഭൂമിയിലൊരു മണൽത്തരി എടുത്താൽ ആ ദൈവം സൃഷ്ടിച്ചതിനകത്ത് അതെല്ലാം ഒരു നിശ്ചിത പ്രായത്തിൽ ഉള്ളതാണ്. അതെല്ലാം എല്ലാ സാധനത്തിനും ഒരു അപ്പോഴാണ് ഉണ്ടായതെങ്കിലും അതിനൊരു മെച്യൂരിറ്റി ഉണ്ടല്ലോ, ഓരോ ഇൻഡിവിജ്വൽ മെച്യൂരിറ്റി ഉണ്ട്. പക്ഷെ അത് പൂർണ്ണമായിട്ടും അങ്ങനെ ബൈബിളിൻ്റെ ആധാരമായിട്ട് അത് ശരിയെന്ന് പറയാനും പറ്റാത്ത രീതിയിലാണ് ഉൽപ്പത്തിയുടെ ആദ്യത്തെ 1-2 വാക്യങ്ങൾ പറയുന്നത്. ദൈവം ആദിയിൽ ആകാശവും ഭൂമി സൃഷ്ടിച്ചു, ഭൂമി പാഴും ശൂന്യവുമായിരുന്നു എന്ന് പറയുമ്പോൾ ഇറ്റ് വാസ് നോട്ട് റിയലി എ മെച്യൂർ എർത്ത് എന്ന് വേണമെങ്കിൽ നമുക്ക് അനുമാനിക്കാം. എങ്കിൽ പോലും ലോജിക്കലി അപ്പോഴും ഒരു സാധ്യതയുണ്ട്. കാരണം ഈ ഭൂമിയിലുള്ള ഓരോ കമ്പണൻറ്റും നമ്മൾ നോക്കുമ്പോൾ അത് ഫ്രഷായിട്ട് സൃഷ്ടിക്കപ്പെട്ടാലും അത് ഒരിത്തിരി മെച്യൂരിറ്റി ഉള്ള സാധനങ്ങളാണ് ഉണ്ടായത് എന്ന് നമുക്ക് അറിയാൻ പറ്റും. അത് പൂർണ്ണമായിട്ട് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നൊരു തിയറി അല്ല. എങ്കിൽ ആരെങ്കിലും അങ്ങനെ പറഞ്ഞാൽ അതിനെ വിരോധിക്കേണ്ട കാര്യവുമില്ല, കാരണം അതിനുള്ള തെളിവുകളില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലോജിക്കലി അതിപ്പോഴും ഒരു പോസിബിലിറ്റിയാണ്. ഇപ്പം ഞാൻ ഈ പറയുന്ന സാധ്യതകളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാം. അത് ഒന്ന് വിശ്വസിച്ചൊന്ന് വിചാരിച്ച് നിങ്ങൾ തെറ്റിപ്പോകുന്നില്ല. ഇങ്ങനെ പലതരത്തിലുള്ള തിയറികളുള്ളതുകൊണ്ട്. എന്നാൽ ഏറ്റവും വ്യാപകമായിട്ട് ഈ ഇവാഞ്ചലിക്കൽ സഭകളിൽ, അതായത് ബൈബിൾ എലോൺ എന്ന് വിശ്വസിക്കുന്ന, ബൈബിൾ അബ്സല്യൂട്ട് ട്രൂത്ത് എന്ന് വിശ്വസിക്കുന്ന ചർച്ചുകളിൽ വ്യാപരിച്ചിരിക്കുന്ന ഒരു ഉപദേശമാണ് ഗ്യാപ്പ് തിയറി എന്ന് പറയുന്നത്. ഗ്യാപ്പ് തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉൽപ്പത്തി 1:1 പറയുന്ന ദൈവം ആദിയിൽ ദൈവം ആകാശം ഭൂമി സൃഷ്ടിച്ചു എന്നുള്ള വാക്യവും അതിന് തൊട്ടു താഴെ പറയുന്ന വാക്യം ഭൂമി പാഴും ശൂന്യവുമായി തീർന്നു എന്ന് പറയുന്ന വാക്യവും അതിനടുത്ത വാക്യവും എടുത്തു കഴിഞ്ഞാൽ ഇത് തമ്മിൽ ഒരു വലിയ കാലഘട്ടത്തിൻ്റെ ഗ്യാപ്പുണ്ട് എന്നുള്ളതിനെയാണ് നമ്മൾ ഗ്യാപ്പ് തിയറി എന്ന് പറയുന്നത്. അതായത് ദൈവം ആദ്യം ആകാശഭൂമി സൃഷ്ടിച്ചു, നല്ലതായിട്ടാണ് സൃഷ്ടിച്ചത്. ദൈവം എല്ലാം നല്ലതായിട്ടാണ് സൃഷ്ടിക്കുന്നത്. എന്നാൽ ഈ ഭൂമി പാഴും ശൂന്യവുമായി തീർന്നു. അതിൻ്റെ കാരണം സ്വർഗത്തിലെ റിബല്യന് ശേഷം തെറ്റിപ്പോയ ദൂതന്മാരെ ദൈവം ഭൂമിയിലേക്ക് വിടുകയും ഈ ഭൂമി നശിച്ചു പോവുകയും ചെയ്തു എന്നാണ്. അപ്പോൾ ഈ ഫോസിലുകൾ, ഇന്ന് കാണുന്ന ഫോസിലുകൾ, ദിനോസറുകളെല്ലാം ആ കാലഘട്ടത്തിൻ്റേതായിരുന്നെന്നും ഭൂമിയിലേക്ക് സാത്താൻ വന്ന് വീണ് കഴിഞ്ഞപ്പോൾ ഭൂമി ശപിക്കപ്പെടുകയും ഇവിടെയുള്ള ആൾക്കാരെല്ലാം ഇവിടെയുള്ള സൃഷ്ടികളെല്ലാം നശിച്ചു പോവുകയും ചെയ്തു എന്നുമാണ് ഈ തിയറി പ്രധാനമായിട്ടും പഠിപ്പിക്കുന്ന ഒരു കാര്യം. അപ്പോൾ അതനുസരിച്ച് ഫോസിലുകൾ, ഇന്ന് കാണുന്ന ഫോസിലുകൾ, ദിനോസറുകൾ, ഇങ്ങനെയുള്ള പല പഴയകാലത്തെ ജീവികൾ, സസ്യങ്ങൾ, ഇതെല്ലാം ആ കാലഘട്ടത്തിലുണ്ടായിരുന്നതാണ്. ആ കാലഘട്ടം ദൈവം ഇല്ലാതാക്കി കളഞ്ഞു, പുതുതായി ഒന്നും കൂടെ ദൈവം ഇതെല്ലാം റീഅറേഞ്ച് ചെയ്തു എന്നുള്ള തിയറിയാണ് ഗ്യാപ്പ് തിയറി. ഇത് ഒത്തിരി പേര്, നിങ്ങളും പലരും ഇത് കേട്ടിട്ടുണ്ടാവും, വിശ്വസിക്കുന്നുണ്ടാവും. പക്ഷേ അതിനകത്ത് ചില കുഴപ്പങ്ങളുണ്ട്. കുഴപ്പങ്ങൾ എന്ന് പറയുന്നത് ഈ ഹീബ്രുവിലുള്ള ആ ശബ്ദം ബാര എന്നുള്ള ശബ്ദം ആയിരുന്നു എന്ന് തന്നെയാണ് പ്രധാന അർത്ഥം. തീർന്നു എന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതായത് ആദിയിൽ ദൈവം ആകാശം ഭൂമി സൃഷ്ടിച്ചു, ഭൂമി പാഴും ശൂന്യവുമായിരുന്നു സൃഷ്ടിക്കുന്ന സമയത്ത് എന്നാണ് അതിന് ഫസ്റ്റ് റീഡിങ്. മറ്റതൊരു ഇത്തിരി കടന്നുള്ളൊരു വായനയാണ്. ഓക്കെ, എന്നാലും അങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിക്കാം. പക്ഷേ എബ്രായ ഭാഷയിൽ ഇത് എഴുതിയിരിക്കുന്നത് ഒരു അവസ്ഥയെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ഗ്രാമർ ഉപയോഗിച്ചാണ്. അതായത് ദൈവം ആകാശം ഭൂമി സൃഷ്ടിച്ചു, ആ സമയത്ത് ഭൂമി പാഴും ശൂന്യമായിരുന്നു എന്ന രീതിയിലാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. കാരണം അവിടെ ഒരു ടൈം ഗ്യാപ്പിനെ കുറിച്ചൊരു സൂചന ഈ വാക്യങ്ങളിലൊന്നുമില്ല. ഈ ടൈം ഗ്യാപ്പിനെ കൊണ്ട് സൂചനയില്ല എന്ന് മാത്രമല്ല ഈ 2 വാക്യങ്ങൾ തമ്മിൽ ഇത്രയും ഒരു ഗ്യാപ്പ് നമ്മൾ പറഞ്ഞു കഴിയുമ്പോൾ ഈ ഗ്യാപ്പിലേക്ക് നമ്മൾ അനേകം കാര്യങ്ങൾ ഫിറ്റ് ചെയ്യുകയാണ്. ബൈബിളിൽ ഇല്ലാത്തതും ദൈവത്തിൻ്റെ വചനം പറയാത്തതുമായ അനേകം കാര്യങ്ങൾ ഒരു ഗ്യാപ്പിലേക്ക് നമ്മൾ കടത്തിവിടുകയാണ്. ഒരു കാലഘട്ടം മുഴുവനാണ് ആ ലൈനിനിടയിൽ നമ്മൾ വായിച്ചത് വിത്തൗട്ട് സഫിഷ്യൻറ്റ് പ്രൂഫ്. ഇതും ലോജിക്കലി ശരിയാണ് ഈ തിയറിയെങ്കിലും വേദപുസ്തകത്തിലെ വ്യാഖ്യാനത്തിലൂടെ ഇത് തെളിയിക്കാൻ നമുക്ക് ഒരിക്കലും സാധിക്കത്തില്ല. കാരണം ആ ഒരു ഗ്യാപ്പ്
ഇപ്പം നമ്മൾ ശരിക്കും ഭൂമി പാഴ്ശൂന്യമായിരുന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഇല്ലസ്ട്രേഷനായിട്ട് നമുക്ക് കാണാവുന്നത് ഒരു കളിമൺ പാത്രത്തിൽ കുശവൻ പണിയുന്ന പോലെയാണ്. മണ്ണെടുത്ത് ഒരു ഷേപ്പും ഇല്ലാത്തൊരു സാധനത്തെ രൂപപ്പെടുത്തിയെടുത്ത് നല്ലൊരു പാത്രമാക്കി മാറ്റുന്ന കുശവൻ്റെ പണി പോലെയാണ് ദൈവം ഈ ഭൂമിയിൽ എല്ലാ പണികളും ചെയ്യുന്നത്. അതായത് പാഴും ശൂന്യവുമായ ഭൂമിയെ ദൈവം അതിർവരമ്പുകളിട്ട് നേരെയാക്കി കടലിനെയും കരയെയും തിരിച്ച് ദിവസവും രാത്രിയും തിരിച്ച് സോളാർ ഡേയ്സ് ഉണ്ടാക്കി ഇങ്ങനെ ഭൂമിയെ ഉരുക്കി എടുക്കുന്നതായിട്ടാണ് നമുക്ക് വായിക്കാൻ ഏറ്റവും എളുപ്പം. ഉൽപ്പത്തി വായിക്കുമ്പോൾ ഇത് മാത്രം നമുക്ക് മനസ്സിലാകുന്നത്. ഒരു ടെക്സ്റ്റിൻ്റെ വ്യാഖ്യാനം എന്ന് പറയുന്നത് എപ്പോഴും ആ ടെക്സ്റ്റിനകത്ത് നിൽക്കണം ഫസ്റ്റ് ഓഫ് ഓൾ. അതിനുശേഷമേ നമ്മൾ മറ്റ് ടെക്സ്റ്റുകളുമായിട്ട് തന്നെ കമ്പയർ ചെയ്യാൻ പാടുള്ളൂ. നമ്മൾ ഏതൊരു വേദഭാഗം വായിച്ചാൽ ആ വേദഭാഗത്തിന് തന്നെ അതിൻ്റെ വ്യാഖ്യാനങ്ങൾ, അതിൻ്റെ ഫൗണ്ടേഷൻ എത്തിയിരിക്കണം. പിന്നീട് നമുക്ക് കമ്പയർ ചെയ്യാൻ വേണ്ടിയോ അഡീഷണൽ വിവരങ്ങൾക്ക് വേണ്ടിയോ മാത്രമേ വേറൊരു വേറൊരു വേദഭാഗം എടുക്കാൻ പാടുള്ളൂ. പലയിടത്തും നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പല ആശയങ്ങൾ ഒന്നിച്ചു വരികയും തെറ്റായ ആശയ രൂപീകരണത്തിലേക്ക് അത് നമ്മളെ എത്തിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഇതാണ് രണ്ടാമത്തേത്, ഗ്യാപ്പ് തിയറിക്കുള്ള ചില പ്രോബ്ലംസ് എന്ന് പറയുന്നതാണ്. ഗ്യാപ്പ് തിയറിക്കകത്ത് ഈ ഭൂമി രൂപപ്പെട്ടു പിന്നീട് വീണുപോയി പിന്നെ നന്നായി എന്നൊന്നും പറയാൻ മാത്രമുള്ള തെളിവുകളില്ല. അതുമാത്രമല്ല, ഈ കാലഘട്ടത്തിൽ അതായത് ഗ്യാപ്പ് തിയറി ആ സമയത്ത് വീണുപോയ ഭൂമി വീണ്ടും പാഴ്ശൂന്യമായി തീർന്നപ്പോൾ ഈ ഫോസിലൽ എവിഡൻസ് ആണ് നോക്കുന്നതെങ്കിൽ ആ സമയത്ത് മനുഷ്യനും ഉണ്ടായിരുന്നു എന്ന് നമ്മൾ പറയേണ്ടി വരും. കാരണം അതിനുശേഷമുള്ള 4000 വർഷങ്ങൾ, ഈ ഗ്യാപ്പ് തിയറിക്ക് ശേഷമുള്ള 4000 വർഷങ്ങൾ, ക്രിസ്തു വരെയുള്ള 4000 വർഷങ്ങളിൽ മനുഷ്യരുണ്ടായിരുന്നു, മനുഷ്യൻ്റെ സൃഷ്ടി ഉണ്ടായിരുന്നു. പക്ഷേ ഫോസിലുകൾ വെച്ച് നോക്കിയാൽ ഈ ഗ്യാപ്പിൻ്റെ സമയത്ത് മനുഷ്യനുണ്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ മനുഷ്യനല്ലായിരുന്നു എന്ന് പറയേണ്ടി വരും. ആദ്യത്തെ മനുഷ്യനല്ലായിരുന്നു, അതിനു മുൻപ് മനുഷ്യരുണ്ടായിരുന്നു എന്ന് പറയേണ്ടി വരും. അപ്പോൾ അത് വളരെ ഗുരുതരമായൊരു പ്രശ്നത്തിന് ഇടവയ്ക്കാവുന്ന ഒരു വ്യാഖ്യാനമാണ്. അപ്പോൾ ഗ്യാപ്പ് തിയറിക്ക് അതിൻ്റേതായ പ്രോബ്ലംസ് ഉണ്ട്, അതിൻ്റേതായ കുഴപ്പങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ തന്നെയുമല്ല, ദൈവം ഒരിക്കൽ ഇതിനെ നന്നായിട്ട് സൃഷ്ടിച്ചു, പിന്നെ അത് വീണുപോയി. വീണ്ടും ദൈവം നന്നാക്കിയിട്ട് പിന്നെയും അത് വീണുപോയി എന്ന് പറയുമ്പോൾ അത് ഒരു സുഖമുള്ളൊരു കാര്യമല്ല. ഒരിക്കൽ നന്നാക്കി സൃഷ്ടിച്ചു, അത് നല്ലതായിരുന്നു, വീണുപോയി, പിന്നെ മനുഷ്യൻ പാപം ചെയ്തപ്പോൾ പിന്നെ അത് വീണുപോയി. ഇങ്ങനെ വീണ്ടും വീണു പോകുന്നൊരവസ്ഥ ദൈവം സൃഷ്ടിച്ച ഒരു കാര്യത്തിൽ ഉണ്ടാവുക എന്ന് പറയുന്നത് ഇത്തിരി വ്യാഖ്യാനിക്കാൻ പ്രയാസമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഗ്രോണപ്പ് യൂണിവേഴ്സ് ദൈവം സൃഷ്ടിച്ചപ്പോൾ ആ യൂണിവേഴ്സ് കൃത്യമായും മുതിർന്നൊരു യൂണിവേഴ്സ് ആയിരുന്നു എന്നുള്ളതാണ് കുറച്ചും കൂടെ ലോജിക്കലി കറക്റ്റായിട്ട് എനിക്ക് അനുഭവപ്പെടുന്നത്. ഇനി ഇത് കൂടാതെ മൂന്നാമത് ഒരു തിയറിയുണ്ട്. ഈ തിയറി ഉൽപ്പത്തിയിൽ പറയുന്ന ദിവസങ്ങൾ കോസ്മിക് ഡേയ്സ്, അതായത് യൂണിവേഴ്സൽ ഡേയ്സ് ആണെന്നുള്ളതാണ്. കാരണം സൂര്യൻ ആദ്യ ദിവസങ്ങളിൽ ഇല്ലല്ലോ. അപ്പോൾ സൂര്യനെ ബേസ് ചെയ്ത് സൂര്യനെ ചുറ്റി ഭൂമി കറങ്ങുന്നതിൻ്റെ ബേസിസിലുള്ള ദിവസങ്ങളല്ല കർത്താവ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നും അത് സോളാർ ഡേ അല്ല, യൂണിവേഴ്സൽ ഡേ ആണ്, കോസ്മിക് ഡേ ആണെന്നും അത് ലോങ് ഡേയ്സ് ആണെന്നും ഉള്ള ഒരു തിയറിയാണിത്. ഈ തിയറിക്കകത്ത് ഒരു ശക്തമായ ഒരു വേദപുസ്തക അടിസ്ഥാനം കൂടിയുണ്ട്. ലോങ് ഡേ തിയറിക്കകത്ത് എന്താണ് ഈ വേദപുസ്തക അടിസ്ഥാനം? നമുക്ക് ആ ലോങ് ഡേ തിയറി, ഞാൻ ഒരു തിയറി നിങ്ങളുടെ ബുദ്ധിയിലേക്ക് തള്ളിക്കയറ്റാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഓക്കെ, വേദപുസ്തകത്തിലെ വ്യാഖ്യാനത്തിന് പ്രശ്നമില്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് എന്തും വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഈ തിയറി എന്താണെന്ന് ഞാനൊന്ന് വിശദീകരിക്കാം. എങ്ങനെയാണ് ബൈബിളിൽ നിന്ന് ഇതിനൊരു സപ്പോർട്ട് ഉണ്ടാകുന്നത്? നമ്മൾ ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആദ്യ ഭാഗത്ത് സൃഷ്ടി ആരംഭിക്കുന്ന ഒന്നാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിലാണ്. അതിനുശേഷം കുറച്ച് മുമ്പോട്ട് പോയി 5-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ദൈവം വെളിച്ചത്തിന് പകലെന്നും ഇരുളിന് രാത്രിയെന്നും പേരിട്ടു, സന്ധ്യയായി ഉഷസ്സുമായി 1-ാം ദിവസം എന്ന് പറയുന്നു. അപ്പോൾ ഇതുവരെ പറഞ്ഞത്, അതായത് 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞ സൃഷ്ടി മുഴുവൻ നടന്നത് 1-ാം ദിവസമാണ്. ഇനി അതിനുശേഷം 6-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ദൈവം വെള്ളങ്ങളുടെ മധ്യ ഒരു വിധാനം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ വിധാനത്തെക്കുറിച്ച് പറയുന്നു. 8-ാം വാക്യം പറയുന്നു ദൈവം വിധാനത്തിന് ആകാശം എന്ന് പേരിട്ടു, സന്ധ്യയായി ഉഷസ്സായി 2-ാം ദിവസം. അപ്പോൾ അവിടെ 2 ദിവസം കഴിയും, 2 ദിവസം സൃഷ്ടി കഴിഞ്ഞു. അങ്ങനെ 13-ാം വാക്യത്തിൽ പറയുന്നു സന്ധ്യയായി ഉഷസ്സായി 3-ാം ദിവസം. അപ്പോൾ 3-ാം ദിവസവുമായി 3 ദിവസം കഴിഞ്ഞു, 3 ദിവസം സൃഷ്ടി കഴിഞ്ഞു. ഇനി 19-ാം വാക്യത്തിൽ പറയുന്നു സന്ധ്യയായി ഉഷസ്സുമായി 4-ാം ദിവസം. അപ്പോൾ 4 ദിവസം സൃഷ്ടി കഴിഞ്ഞു, 19-ാം വാക്യം ആയപ്പോഴേക്കും. ഇനി 23-ാം വാക്യം പറയുന്നു സന്ധ്യയായി ഉഷസ്സായി 5-ാം ദിവസം.
5 ദിവസം പൂർത്തിയായപ്പോൾ 5 ദിവസം പൂർത്തിയായപ്പോൾ ജീവൻ കടലിനകത്ത് ഉണ്ടായി. കരയിലേക്ക് വന്നിട്ടില്ല. കടലിൽ ജീവൻ ഉണ്ടായി 5-ാം ദിവസം. 26-ാം വാക്യത്തിലാണ് മനുഷ്യൻ്റെ സൃഷ്ടി വരുന്നത്. അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സദൃശപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു. എന്നിട്ട് 31-ാം വാക്യം ആയപ്പോഴേക്ക് സൃഷ്ടി അവസാനിച്ചു. അവിടെ പറയുന്നത് താൻ ഉണ്ടാക്കിയതിനൊക്കെ ദൈവം നോക്കി അത് എത്രയും നല്ലതെന്ന് കണ്ടു. സന്ധ്യയായി ഉഷസ്സായി 6-ാം ദിവസം. ഈ സന്ധ്യയായി ഉഷസ്സായി 6-ാം ദിവസം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ 6 ദിവസങ്ങൾ പൂർത്തിയായി, സൃഷ്ടി പൂർത്തിയായി. ഇനി നമ്മളിതിൻ്റെ 7-ാം ദിവസത്തിലേക്ക് വരികയാണ്. അങ്ങനെ ആകാശവും ഭൂമിയും അതിലുള്ള ചരാചരങ്ങളൊക്കെയും തികഞ്ഞു. താൻ ചെയ്ത പ്രവൃത്തിയൊക്കെയും ദൈവം തീർത്ത ശേഷം താൻ സകല പ്രവൃത്തികളിൽ നിന്നും 7-ാം ദിവസം നിവൃത്തനായി. അപ്പോൾ 7-ാം ദിവസം ഈസ് എ ടൈം ഓഫ് റെസ്റ്റ്. താൻ സൃഷ്ടിച്ചുണ്ടാക്കിയ സകല പ്രവൃത്തിയിൽ നിന്നും അന്ന് നിവൃത്തനായതുകൊണ്ട് ദൈവം 7-ാം ദിവസത്തെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചു. അപ്പോൾ 7-ാം ദിവസത്തെ ശുദ്ധീകരിച്ചു. ഇനി താഴോട്ട് വായിക്കുമ്പോൾ ഈ ഭൂമി എങ്ങനെയാണ് പരിപാലിക്കപ്പെടുന്നത് എന്നുള്ള കാര്യമാണ് പറയുന്നത്. പക്ഷേ ഇവിടെ ഒരു കാര്യം മിസ്സിംഗ് ആണ്. സന്ധ്യയായി ഉഷസ്സായി 7-ാം ദിവസം എന്ന വാക്യം നമ്മൾ ഒരിടത്തും കാണുന്നില്ല. 6 ദിവസം പൂർത്തിയായ കാര്യം നമ്മൾ പറഞ്ഞു. ഓരോ ദിവസം സൃഷ്ടി, അതിനുശേഷം സന്ധ്യയായി ഉഷസ്സായി 1-ാം ദിവസം, 2-ാം ദിവസം, അങ്ങനെ ഓരോ ദിവസം സൃഷ്ടി കഴിഞ്ഞ ശേഷം സന്ധ്യയായി ഉഷസ്സായി 6-ാം ദിവസം വരെ നമ്മൾ വായിച്ചുവെങ്കിലും സന്ധ്യയായി ഉഷസ്സായി 7-ാം ദിവസം എന്നൊരു വാക്യം നമ്മൾ കാണുന്നില്ല. അതായത് 7-ാം ദിവസം പൂർത്തിയായതിനെക്കുറിച്ച് ഒരു സൂചനയും ഇല്ല. ഇനി അതുമാത്രമല്ല, എബ്രായ ലേഖനത്തിലേക്ക് വരുമ്പോഴേക്കും, നമ്മൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴേക്കും ഒരു വളരെ ഇൻട്രിഗ്യൂയിങ്, വളരെ എന്താ പറയുന്നത്, നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യം എബ്രായ ലേഖനകർത്താവ് 4-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. അതെന്താണ്? ദൈവത്തിൻ്റെ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുവാൻ. അതായത് നമുക്കറിയാം 7-ാം ദിവസം ദൈവം തൻ്റെ സകല പ്രവൃത്തികളിൽ നിവൃത്തനായി. ദൈവത്തിൻ്റെ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുവാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കുകയാൽ അതിപ്പോഴും ഈ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു വാഗ്ദത്തം നമുക്ക് ശേഷിച്ചിട്ടുണ്ട് എന്ന് ഇവിടെ പറയുന്നു. അപ്പോൾ ദൈവം എന്ത് ചെയ്തു? 6 ദിവസം സൃഷ്ടിക്ക് ശേഷം സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിച്ചു എന്ന് മാത്രമല്ല, അവൻ്റെ സ്വസ്ഥതയിലേക്ക് ഉള്ളൊരു വാഗ്ദത്തം മനുഷ്യർക്ക് കൊടുക്കുകയും ചെയ്തു. മനുഷ്യ, നീ എൻ്റെ കൂടെ സ്വസ്ഥമായിരുന്നോളുക എന്ന് ദൈവം മനുഷ്യരോട് പറയും ചെയ്തു. ആ വാഗ്ദത്തം അന്ന് കൊടുത്താണ്. പക്ഷെ മനുഷ്യന് ആ വാഗ്ദത്തം സ്വീകരിക്കാൻ പറ്റിയില്ല. കാരണം പാപം ചെയ്ത് വീണുപോയതുകൊണ്ട് ദൈവമായിട്ടുള്ള സ്വസ്ഥതയിലേക്ക് അവൻ പ്രവേശിച്ചില്ല. എങ്കിലും ആ വാഗ്ദത്തം അവിടെ കിടപ്പുണ്ടായിരുന്നു. അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കാൻ നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയെന്ന് വരാതിരിക്കാൻ നാം ഭയപ്പെടുക. ഇപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ പറയുമായിരിക്കും, ഇത്രയൊക്കെ വ്യാഖ്യാനിക്കേണ്ട കാര്യമുണ്ടോ? ആ സ്വസ്ഥതയാണോ ഈ സ്വസ്ഥത എന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾ ചോദിക്കുമായിരിക്കാം. പക്ഷേ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ 3-ാം വാക്യം ഇങ്ങനെ പറയുന്നത്: വിശ്വസിച്ചവരായ നാമല്ലോ സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നു ലോകസ്ഥാപനത്തിങ്കൽ. അപ്പം ഏത് സ്വസ്ഥതയെക്കുറിച്ചാണെന്ന് ആലോചിക്കണം. ലോകസ്ഥാപനത്തിങ്കൽ പ്രവൃത്തികൾ തീർന്നു പോയ ശേഷവും അവർ എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ല എന്ന് ഞാൻ എൻ്റെ കോപത്തിൽ സത്യം ചെയ്ത് എഴുതിയിരിക്കുന്നുവല്ലോ. 7-ാം നാളിൽ ദൈവം തൻ്റെ സകല പ്രവൃത്തികളിൽ നിവൃത്തനായി എന്ന് 7-ാം നാളിനെക്കുറിച്ച് ഒരിടത്ത് പറഞ്ഞിരിക്കുന്നു. അപ്പം ഇവിടെയും ഈ എഴുത്തുകാരൻ സൂചിപ്പിക്കുന്നത് 7-ാം നാളിൻ്റെ സ്വസ്ഥതയെക്കുറിച്ചാണ് എന്ന് മാത്രമല്ല, 7-ാം നാളിൻ്റെ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കാനുള്ള വാഗ്ദത്വം ഇപ്പോഴും ശേഷിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണോ സന്ധ്യയായി ഉഷസ്സായി 7-ാം ദിവസം എന്ന് ഒരു വാക്യമില്ലാത്തത്? അതിന്നും തുടരുകയാണോ? 7-ാം ദിവസം ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ? സന്ധ്യയായി ഉഷസ്സായി 7-ാം ദിവസം എന്ന് പറയുമ്പോഴേക്കും ദൈവം സൃഷ്ടിച്ച 7 ദിവസങ്ങളും പൂർത്തിയാക്കപ്പെടുകയും നമ്മൾ കർത്താവിൻ്റെ അടുത്തേക്ക് പോവുകയും ചെയ്യും എന്ന് ചിന്തിച്ച് നോക്കിക്കേ. 6 ദിവസം സൃഷ്ടിക്കും, 7-ാം ദിവസം വീണ്ടെടുപ്പിനും എന്ന് അനുമാനിച്ചാൽ ഈ ദിവസങ്ങളെല്ലാം വളരെ ലോങ് ദിവസങ്ങളായിട്ട് നമുക്ക് വളരെ വേഗം കാണാൻ പറ്റും. ഇവിടെ പറയുന്നത് 7-ാം നാളിൽ ദൈവം തൻ്റെ സകല പ്രവൃത്തികളിൽ നിവൃത്തനായി എന്ന് 7-ാം നാളിനെക്കുറിച്ച് ഒരിടത്ത് പറഞ്ഞിരിക്കുന്നു. എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ലെന്ന് ഇവിടെയും പിന്നെയും അരുളി ചെയ്യുന്നു. എന്നിട്ട് രക്ഷയെക്കുറിച്ച് പറയുന്നതാണ്. ഒത്തിരി പേരും രക്ഷയ്ക്കായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. ഈ പരിശ്രമിക്കുന്നിടത്തോളം കാലം സ്വസ്ഥതയില്ല. സ്വസ്ഥത എവിടെ ഉണ്ടാകുന്നത്? സ്വസ്ഥത ഉണ്ടാകുന്ന കർത്താവെ നിൻ്റെ പ്രവൃത്തികളാൽ നീ എനിക്ക് തന്ന രക്ഷയിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പം സ്വസ്ഥതയായി. ഇത് താഴോട്ട് വരുമ്പോൾ അവിടെ പറയുന്നത് 9-ാം വാക്യത്തിൽ, ആകയാൽ ദൈവത്തിൻ്റെ ജനത്തിനൊരു ശബത്ത് അനുഭവം ശേഷിച്ചിരിക്കുന്നു. ദൈവം തൻ്റെ പ്രവൃത്തികളിൽ നിന്ന പോലെ അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിച്ചവൻ താനും തൻ്റെ പ്രവൃത്തികളിൽ നിന്ന് നിവൃത്തനായിരിക്കുന്നു. എത്ര ഭയങ്കരമായ റെവലേഷനാണ്. ദൈവം പറയായിരുന്നു, ബാ എൻ്റെ കൂടെ സ്വസ്ഥത ചെലവഴിക്കാൻ. അപ്പോൾ മനുഷ്യനെ പറ്റില്ല, മനുഷ്യൻ പാപം ചെയ്തു. അപ്പോൾ കർത്താവ് പറയാണ്, വേണ്ട, നീ ആഴ്ചയിൽ ഒരു ദിവസം ഇരിക്കുക, മാനുഷികമായ ആഴ്ചയിൽ ഒരു ദിവസം, ബാക്കിയുള്ള 6 ദിവസം നീ നിൻ്റെ പണി ചെയ്തോ. പക്ഷേ പുതിയ നിയമം വന്നപ്പോഴേക്കും അവിടെ പറയാണ്,
ഇതൊരു ദിവസമല്ല, ഇതൊരു വാഗ്ദത്തമാണ്, സ്വസ്ഥത എന്ന വാഗ്ദത്തം. ഈ സ്വസ്ഥത എന്ന വാഗ്ദത്തം ഒരു ദിവസം അനുഭവിക്കാനുള്ളതല്ല, അത് എല്ലാ ദിവസവും അനുഭവിക്കാനുള്ളതാണ്. ദൈവം അത് തന്നെയാണ് ആഗ്രഹിച്ചിരുന്നത്. അപ്പോൾ 7 ദിവസം ലോങ് ഡേയ്സ് ആകാനുള്ള സാധ്യത ഇവിടെ ലോജിക്കലി ആൻഡ് ബിബിളിക്കലി ഇത് കോസ്മിക് ഡേയ്സ് ആകാനുള്ള സാധ്യതയാണ് ഇത് കാണിക്കുന്നത്. ഇതും നമുക്ക് ഫുൾ പ്രൂഫായിട്ട് പറയാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ഡോണ്ട് നോ. പക്ഷേ ഞാനിത് വളരെ ശക്തമായൊരു പോസിബിലിറ്റി ആയിട്ട് കാണുന്നുണ്ട്. ഞാനിത് പറയാനുള്ള കാരണം ബൈബിളിനെ ആധാരമാക്കി നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ നമുക്കുണ്ടാകാം. പക്ഷേ അത് ഒരു വലിയ സീരിയസ് ഇഷ്യൂ അല്ല. കാരണം ബൈബിൾ വ്യക്തമായി സംസാരിക്കാത്ത പല ഭാഗങ്ങളിലും ഈ ഒബ്ലീക്ക് റെഫറൻസസ് എന്ന് പറയും, അതായത് സൂചന, ഈ ചെരിഞ്ഞുള്ള സൂചനകൾ, ആ സൂചനകളെയാണ് നമ്മളിവിടെ പിടിച്ചെടുക്കുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത്, നിങ്ങൾ എത്രയും പെട്ടെന്ന് 7-ാം ദിവസത്തിൻ്റെ സ്വസ്ഥതയിലേക്ക് ചെല്ലുക. സന്ധ്യയാവും ഉഷസ്സാവും, ആർക്കും പ്രവർത്തിക്കാൻ പറ്റാത്തൊരു രാത്രി ഇതിനിടയിൽ കാണും. 8-ാം ദിവസം എന്നും പറഞ്ഞൊരു ദിവസം ഇല്ലതാനും. സന്ധ്യ ഉഷസ്സായി 7-ാം ദിവസം എന്ന് പറഞ്ഞിട്ട് 8-ാം ദിവസം ഉണ്ടാകുന്നില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 7 ദിവസമേ ഉള്ളൂ. ഞാനിങ്ങനെ ചിന്തിക്കായിരുന്നു, ദൈവം സൃഷ്ടിച്ച സമയത്തെ നമുക്ക് 7ആയിട്ട് വിഭജിക്കാം. അതിൽ 7-ാം ദിവസം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, ടൈം തീരാൻ പോവാണ്. ആകെ ദൈവം സൃഷ്ടിച്ച ഇത്രയും സമയത്തെയാണ്, ഈ സമയത്തിനകത്താണ് ഈ പരിപാടികളെല്ലാം നടക്കുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം. അപ്പോൾ ഇതെല്ലാം പലതരത്തിലുള്ള തിയറീസ് ആൻഡ് പോസിബിലിറ്റീസാണ്. ഏറ്റവും എന്നെ സംബന്ധിച്ച് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു തിയറി ഇതാണ്. ഓക്കെ, ഇനി ഇതൊന്നും അല്ലാതെ ഇരിക്കാം. ഇങ്ങനൊന്നുമല്ല, ദൈവം 6 സോളാർ ഡേയ്സിൽ തന്നെയാണ് ഈ ഭൂമിയെ സൃഷ്ടിക്കുകയും എല്ലാം പരിപാലിക്കുകയും ചെയ്തതെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ കൂടെ വേറൊരു തിയറി ഉണ്ട്. ഈ കാർബൺ ഡേറ്റിംഗ് വെച്ച് നോക്കുമ്പോൾ 10 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന മനുഷ്യൻ എന്നൊക്കെ പറഞ്ഞാൽ അതെങ്ങനെ മനസ്സിലാക്കും എന്നുള്ളതാണ്. അതിനുള്ളൊരു മറുപടി എന്ന് പറയുന്നത്, ലോകവ്യാപകമായി സംഭവിച്ച വെള്ളപ്പൊക്കം, ഡെല്യൂജ്, നോഹയുടെ കാലത്ത് സംഭവിച്ച വെള്ളപ്പൊക്കം ഈ കാർബൺ ഡേറ്റിങ്ങിനുള്ള മെറ്റീരിയലിനെ മാറ്റിമറിച്ചു എന്നുള്ളതാണ്. അതായത് നമുക്കിപ്പോൾ കറക്റ്റായിട്ട് എർത്തിൻ്റെ ഏജ് കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിൽ ഈ ഡേറ്റയ്ക്ക് മിസ്റ്റേക്ക് ഉണ്ടായിട്ടുണ്ട്. അതിന് മുമ്പുള്ള കാലഘട്ടത്തെ അസസ് ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ കൃത്യതയുള്ളവരല്ല എന്നുള്ളതാണ് അതിന് പലരും പറയുന്നൊരു ഉത്തരം. ഇതിലേതാണ് ശരി ഏതാണ് തെറ്റെന്നുള്ളത് പല വ്യാഖ്യാനങ്ങളിലൂടെ അത് പോകുന്ന കാര്യമാണ്. പക്ഷേ വേദപുസ്തകത്തിൻ്റെ വാക്യങ്ങളുടെ ലിമിറ്റേഷനകത്ത് നിന്നുകൊണ്ട് നമുക്ക് എന്തും നമുക്ക് വേണമെങ്കിൽ ആശയപരമായിട്ട് കയ്യിൽ വയ്ക്കാം. പക്ഷെ ഇതൊരു ഉപദേശമായിട്ട് അവതരിപ്പിക്കാൻ പ്രയാസമായിരിക്കും. നമ്മൾ ദീർഘമായ കാലഘട്ടം, ഒരു ദിവസം എന്ന് പറയുന്നത് ഒരു എർത്തിലുള്ള 24 മണിക്കൂർ കാലഘട്ടം അല്ല, അതൊരു ദീർഘമായ കാലഘട്ടമാണ് എന്ന് പറയുമ്പോൾ തന്നെ അത് 24 മണിക്കൂർ ദിവസമാണെന്ന് വിശ്വസിക്കുന്നവരും ഒത്തിരി പേരുണ്ട്. അവരും വളരെയധികമാണ്. ഇവാഞ്ചലിക്കൽ ലോകത്തിൽ ഇങ്ങനെയുള്ള പല തരത്തിൽ വ്യത്യസ്തമായി വിശ്വസിക്കുന്നവരുണ്ട്. അപ്പോൾ ഇത് 24 മണിക്കൂർ ലോകത്തിലുള്ള ഈ ദിവസം തന്നെയാണ് എന്ന് വിശ്വസിച്ചാൽ അതിന് നമുക്ക് കുറ്റം പറയാൻ സാധിക്കില്ല. കാരണം ദൈവത്തിന് ഏത് രീതിയിലും നമ്മുടെ പ്രപഞ്ചത്തെ മാറ്റാനും ആ 6 ദിവസം കൊണ്ട് തന്നെ ഈ രീതിയിൽ എല്ലാം അറേഞ്ച് ചെയ്യാനും ദൈവത്തിന് പറ്റും എന്നുള്ളത് കൊണ്ട് ഇതിനെ ഒന്നിനെയും പ്രത്യേകിച്ച് തെറ്റെന്നോ ശരിയെന്നോ ഡോഗ്മാറ്റിക്കായിട്ട് പറയാൻ സാധിക്കില്ല. എങ്കിലും ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ വ്യക്തിപരമായ ഒരു കാഴ്ചയിൽ എനിക്ക് തോന്നുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്, ഒരു ലോങ് ഡേ ആകാം എന്നുള്ളത്. കാരണം പ്രത്യേകിച്ച് 7-ാം ദിവസത്തെ ഈ വളരെ ദീർഘമായ ഒരു 7-ാം ദിവസം ബൈബിളിൽ വ്യക്തമാക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട്. എന്നാൽ ചില ചോദ്യങ്ങൾ ഈ ദീർഘമായ ദിവസം എന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മൾ ഉത്തരം പറയേണ്ടതായിട്ടുണ്ട്. ഒന്ന്, ദർ വാസ് ഈവനിങ്, ദർ വാസ് മോർണിംഗ്, ദ ഫസ്റ്റ് ഡേ എന്ന് പറയുമ്പോൾ ഒരു സന്ധ്യയും പ്രഭാതവുമുള്ള ഒരു ദിവസം എന്ന് കൃത്യമാണ്, വ്യക്തമാണ്. അപ്പോൾ അത് സന്ധ്യയും പ്രഭാതവും ഉണ്ടാകണമെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മുടെ ഇന്നത്തെ ദിവസം പോലെ അല്ലാതെ എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടതെന്നാണ് ചില ആളുകൾ ചോദിക്കുന്നത്. പക്ഷേ സഹോദരങ്ങളെ, ശരിക്കും രാത്രി പകൽ എന്നുള്ള വേർതിരിവും സൂര്യൻ അതിനെ പകൽ വാഴുന്ന രീതിയിലുള്ള അറേഞ്ച്മെൻറ്റും ഒക്കെ പിന്നീട് ആണ് ഉണ്ടാകുന്നതായിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ ശരിക്കും സോളാർ ഡേ എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടിന് പകരം ഒരു കോസ്മിക് ഡേയിലും ഒരു പ്രഭാതവും സന്ധ്യയും ഉണ്ടാകാം എന്നുള്ളതാണ്. ആ സന്ധ്യ എന്ന് പറയുന്നത് സൃഷ്ടിയുടെ സമാപനമായും പിറ്റേ ദിവസം വേറൊരു ഫ്രഷ് ആയിട്ടുള്ള സൃഷ്ടിയിലേക്ക് ഉള്ള ഒരു പോയിൻ്ററായിട്ടും വേണമെങ്കിലും ഫിഗറേറ്റീവായിട്ട്, അതായത് ആലങ്കാരികമായിട്ടുള്ളൊരു പ്രയോഗമായിട്ട് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് 24 മണിക്കൂർ എന്ന് പറയുന്നത് മാത്രമല്ല സന്ധ്യ ഉഷസ്സും ഉള്ളത്. അല്ലാതെ ഒരു കോസ്മിക് ലെവലിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ, പ്രപഞ്ചത്തിൻ്റെ മൊത്തത്തോടെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇതുപോലെ ഒരു ട്രാൻസിഷൻ ഓഫ് ഡേയ്സ് ഉണ്ടാകാം. അത് ഒരുപക്ഷെ ഫിഗറേറ്റീവ് ആയിരിക്കാം, അതായത് ആലങ്കാരികമായിരിക്കാം. ഇന്നത്തെ തീർന്നു,
ഇന്നത്തെ സന്ധ്യ കഴിഞ്ഞു, ഇനി നാളത്തെ പ്രഭാതത്തിൽ പുതിയ സൃഷ്ടി എന്ന രീതിയിലുള്ള ഒരു ട്രാൻസിഷനെ കുറിക്കുന്നതുമാകാം. അത് ഒരു ആർഗ്യുമെൻറ്റ്. രണ്ടാമതൊരു വലിയ കാര്യം പറയുന്നത്, ഈ മൂന്നാമത്തെ ദിവസത്തിൻ്റെ സൃഷ്ടി ഒത്തിരി ദീർഘമായിരിക്കാൻ പറ്റത്തില്ല എന്നുള്ളതാണ്. കാരണം സസ്യങ്ങളുണ്ടായ ശേഷമാണ് സൂര്യൻ ഉണ്ടാകുന്നത്. അപ്പോൾ സസ്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ സൂര്യൻ ഉണ്ടായാലേ പറ്റുള്ളൂ, ഉടൻ തന്നെ വേണം. കാരണം സൂര്യനില്ലെങ്കിൽ സസ്യങ്ങൾ നിലനിൽക്കില്ല. അപ്പോൾ ഒരു ദിവസം സസ്യങ്ങളുണ്ടായ അടുത്ത ദിവസം സൂര്യൻ ഉണ്ടായാലേ പറ്റുള്ളൂ. പക്ഷെ അതും നമുക്ക് ചിന്തിക്കാമല്ലോ. ഇപ്പോൾ സൂര്യനില്ലാതെ ഇതൊന്നും നിലനിൽക്കില്ലെന്ന് നമുക്കറിയാം. അപ്പോൾ സസ്യങ്ങൾ ദൈവത്തിന് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ, സൂര്യനില്ലാതെ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ, തീർച്ചയായിട്ടും അതിനെ എത്ര മില്യൺസ് ഓഫ് ഇയേഴ്സ് ജീവിക്കാനും അതിന് എനർജി കൊടുക്കാനും ദൈവത്തിന് പറ്റും. അപ്പം ദീസ് ആർ ആർഗ്യുമെൻറ്റ്സ്, ഗുഡ് ആർഗ്യുമെൻറ്റ്സ്. നമുക്കിതിനെക്കുറിച്ചൊരു ഫൈനൽ കൺക്ലൂഷൻ എത്തേണ്ട കാര്യമില്ല. എങ്കിൽ പോലും ഇതെല്ലാം സ്ട്രോങ് ആയിട്ടുള്ള ആർഗ്യുമെൻറ്റ്സ് ആയിട്ട് കിടക്കുന്നു. അതുപോലെ 10 കൽപ്പനകൾ പറയുമ്പോൾ ശബത്ത് ദിവസത്തെ ശുദ്ധിയായി ആചരിക്കാൻ ഉത്സാഹിക്കുക എന്ന് പറയുമ്പോൾ, ആ ശബത്ത് ദിവസം എന്ന് പറയുന്നത് ഒരു 24 hour ഡേ അല്ലേ എന്ന് ആളുകൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ദിവസം എന്നത് പഴയ നിയമത്തിലെല്ലാം പറയുന്നത് 24 മണിക്കൂറുള്ള ഒരു ദിവസത്തെക്കുറിച്ചല്ലേ എന്ന് ആൾക്കാർ ചോദിക്കുന്നുണ്ട്. ശരിയാണ്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ പഴയ നിയമം ഒരു നിഴലായിരുന്നു. ഈ നിഴലിലുള്ള റെസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? അതായത് ഒരു മനുഷ്യന് 6 ദിവസം അധ്വാനിക്കുന്നു, 7-ാം ദിവസം അവൻ അധ്വാനിക്കാൻ പോകാതെ സ്വസ്ഥമായി ദൈവകാര്യങ്ങളുമായി ഇരിക്കുന്നു. അപ്പോൾ ദൈവം അവൻ ആ ഒരു ദിവസം മാത്രം ദൈവത്തിനടുത്തിരിക്കാൻ കൊടുത്തിരിക്കുകയാണ്. ബാക്കി 6 ദിവസവും ഇവൻ്റെ കാര്യമാണ് നോക്കുന്നത്. ദശാംശം അങ്ങനെയല്ലേ? 100 രൂപ കിട്ടിയാൽ 10 രൂപ ദൈവത്തിന് മാറ്റി വയ്ക്കുന്നു, ബാക്കി 90 രൂപ നിങ്ങൾ ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ 7 ദിവസം കിട്ടിയാൽ 6 ദിവസം നിങ്ങൾക്കായി ചിലവഴിക്കുന്നു, 7-ാം ദിവസം ദൈവത്തിന് കൊടുക്കുന്നു. അപ്പോൾ ദൈവത്തിന് ഒരു ചെറിയ ഭാഗം മാറ്റി വയ്ക്കുക ചെയ്യുന്നത്. കാരണം എന്താണ്? ആന്തരികമായി വിശ്വാസത്താലുള്ള സ്വസ്ഥത പ്രാപിക്കാത്തതുകൊണ്ട്, അവർക്ക് പൂർണ്ണമായൊരു സ്വസ്ഥത ദൈവമായിട്ട് ലഭിക്കാത്തതുകൊണ്ട്, അതിൻ്റെ നിഴൽ രൂപമായ ശബത്ത്, 7-ാം ദിവസം ശബത്ത് എന്നുള്ളത് ദൈവം അവരോട് കൽപ്പിച്ചു. നിങ്ങൾ ഈ സ്വസ്ഥത എന്നുള്ളൊരു വാഗ്ദത്തം നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി. അതുകൊണ്ട് ഒരു ലിറ്ററൽ ഡേ, ഈ ഭൂമി സൃഷ്ടിക്കപ്പെട്ട ശേഷം, മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ട ശേഷം, സൂര്യനും ചന്ദ്രനും എല്ലാം ആകാശഗോളത്തിൽ നമ്മൾ കണ്ട ആ അറേഞ്ച്മെൻറ്റിന് ശേഷം ദിവസങ്ങൾ ഭൂമിയിൽ കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നത് തീർച്ചയായിട്ടും 24 hour ഡേയിൽ തന്നെയാണ്. എന്നാൽ പ്രപഞ്ചം ഉണ്ടാകുന്ന സമയത്ത് ഈ സൂര്യനോ ചന്ദ്രനോ ഈ ഡേയ്സ് നിർണ്ണയിക്കപ്പെടുന്നതിന് മുൻപ് അങ്ങനെ ആകണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ആർഗ്യുമെൻറ്റും നമുക്ക് പൂർണ്ണമായിട്ടും ഇതിനെ നിഷേധിക്കുന്നതല്ല, അതായത് മറുപടി ഇല്ലാത്തൊരു ആർഗ്യുമെൻ്റ് അല്ല എന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള പല ഒബ്ജക്ഷൻസ് ഇതിനെതിരെ വരുന്നുണ്ട്. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, ഈ ലോകം എത്ര നാൾ നിലനിന്നു, എത്ര ദിവസം കൊണ്ടാണ് ദൈവം ഇതിനെ സൃഷ്ടിച്ചതെന്നുള്ളത് നമ്മുടെ ബുദ്ധിക്ക് വെളിയിൽ ഓടുന്ന ഒരു കാര്യമായിരിക്കാം. അതുകൊണ്ടായിരിക്കാം വേദപുസ്തകം അതിനെക്കുറിച്ച് കൃത്യമായൊരു എവിഡൻസ് തരാത്തത്. അതുകൊണ്ട് ഈ വ്യത്യസ്തങ്ങളായ വിശ്വാസങ്ങൾ നിങ്ങൾക്ക് ഈ കാര്യത്തിലുണ്ടെങ്കിലും അത് നമ്മുടെ വിശ്വാസത്തെയോ നിത്യതയോ ബാധിക്കുന്ന കാര്യമല്ല. എന്നാൽ നമ്മൾ തീർച്ചയായിട്ടും കർത്താവിൻ്റെ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുവാൻ ഉത്സാഹിക്കേണ്ടത് ആവശ്യമാണ്. ഒരു ശബത്ത് റെസ്റ്റ്, ഒരു 7th ഡേ റെസ്റ്റ് നമുക്കായി ശേഷിച്ചിട്ടുണ്ട്. എല്ലാ കാര്യത്തിലും നമുക്ക് ആ സ്വസ്ഥത അനുഭവിക്കാൻ, നമ്മളാ സ്വസ്ഥത അനുഭവിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഭൂമി എന്ന് പറയുന്നത് എത്ര പ്രായമുള്ളതാണ് എന്നുള്ളതിനേക്കാളും, എത്ര ദിവസം കൊണ്ടാണ് ദൈവം സൃഷ്ടിച്ചതെന്നുള്ളതിനേക്കാളും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് നിങ്ങൾ ദൈവത്തിൻ്റെ റെസ്റ്റിലേക്ക് പ്രവേശിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യം. എങ്കിൽ പോലും നമുക്ക് മറ്റു ചോദ്യങ്ങളെ അവഗണിക്കാൻ സാധിക്കുകയില്ല. പലതരത്തിലുള്ള തിയറീസ് ഇതിനു വേണ്ടി ഉണ്ടെങ്കിലും നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇത് ശാസ്ത്രവുമായിട്ട് ഇതിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പാടുകൊണ്ടല്ല നമ്മൾ ഇത്തരം തിയറികളുടെ പിന്നാലെ പോകുന്നത്. വേദപുസ്തകത്തിൽ എന്ത് സത്യമാണ് എഴുതിയിരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയാണ്. പ്രത്യേകിച്ചും നമ്മൾ എബ്രായ ലേഖനം വായിക്കുമ്പോഴുള്ള 7-ാം ദിവസത്തെക്കുറിച്ചുള്ളൊരു വെളിപ്പാട്, അത് ഭയങ്കരമായും നമ്മുടെ വിശ്വാസ ജീവിതത്തെയും വിശുദ്ധ ജീവിതത്തെയും സ്വാധീനിക്കുന്ന ഒരു കാര്യമാണ്. കർത്താവുമായിട്ടുള്ള റെസ്റ്റ് എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു പ്രോമിസായിട്ടാണ് കാണുന്നത്. സൃഷ്ടിക്ക് ശേഷം റെസ്റ്റ്. ഞാനും പലപ്പോഴും പണ്ട് ആലോചിക്കുമായിരുന്നു, ദൈവത്തിന് എന്തിനാണ് ഇത്ര റെസ്റ്റ്? ദൈവം എന്താ മടുത്തുപോയോ? 6 ദിവസം സൃഷ്ടിച്ചപ്പോഴേക്കും ദൈവം അങ്ങനെ മടുക്കുമോ? ദൈവം സർവശക്തനായ ദൈവത്തിനൊരു വാക്കുകൊണ്ട് ഇതെല്ലാം സൃഷ്ടിച്ച ദൈവത്തിന് എന്തെങ്കിലും മടുപ്പ് തോന്നുമോ? ക്ഷീണിക്കുമോ? ടയേർഡാകുമോ? എന്തിനാണ് 7-ാം ദിവസം റെസ്റ്റ് എടുത്തതെന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. പക്ഷേ പിന്നെ മനസ്സിലായത്, റെസ്റ്റ് എന്ന് പറയുന്നത് ശരിക്കും തളർന്ന ഒരാൾ പോയി ഇരിക്കുന്ന ആ റെസ്റ്റല്ല, സ്വസ്ഥതയാണ്. അതായത് ദൈവം ആഗ്രഹിക്കുന്ന ഒരു സ്വസ്ഥത, അത് ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ്റെ കൂടെ വേണം എന്ന് ദൈവത്തിന് ആഗ്രഹമുണ്ടായിരുന്നു. ഇന്നും അങ്ങനെ തന്നെയാണ്. ദൈവം നമ്മോടൊപ്പം സ്വസ്ഥനായിരിക്കാൻ ആഗ്രഹിക്കുന്നു, നമ്മുടെ കൂടെ വസിക്കാൻ ആഗ്രഹിക്കുന്നു. അത് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു എക്സ്പ്രഷനാണ്. നിങ്ങൾ പല ആൾക്കാരും വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി വർക്ക് ചെയ്തിട്ട് തിരിച്ചു വരുമ്പോൾ, അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിലോ എവിടെയെങ്കിലും കോളേജിൽ പഠിക്കുന്ന പിള്ളേരാണെങ്കിൽ നിങ്ങൾ കോളേജിലെ ഹോസ്റ്റലൊക്കെ താമസിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങൾക്കായി കാത്തിരിക്കുമായിരിക്കും.
ഹോസ്റ്റലിൽ നിന്ന് പോയിട്ട് വരുമ്പോൾ അത്രമാത്രം കാത്തിരിക്കുന്ന അറിയില്ലെങ്കിലും നിങ്ങൾ കുടുംബമായി വെളിയിലൊക്കെ താമസിച്ചിട്ട് തിരിച്ച് നാട്ടിലേക്ക് വരുമ്പോൾ പ്രായമായ അപ്പനും അമ്മയും നിങ്ങളുടെ വരവ് നോക്കിയിരിക്കും. അവർക്ക് ആഗ്രഹമുണ്ട് നിങ്ങൾ കുറച്ച് നാളും കൂടെ ഇവിടെ ഇരിക്കണം, അവരുടെ കൂടെ താമസിക്കണമെന്ന്. പക്ഷെ നിങ്ങൾക്ക് തിരക്കാണ്, മക്കളുടെ വിദ്യാഭ്യാസം. കാരണം എല്ലാവർക്കും അവരുടെ മക്കളാണ് പ്രധാനം. നിങ്ങളുടെ മാതാപിതാക്കൾക്കും അങ്ങനെയായിരുന്നു. അവരുടെ മാതാപിതാക്കളെക്കാളും നിങ്ങളായിരുന്നു പ്രധാനം. നിങ്ങൾക്കും അങ്ങനെ തന്നെയാണ്. നിങ്ങളുടെ മാതാപിതാക്കളെക്കാളും നിങ്ങളുടെ മക്കൾക്കാണ് പ്രാധാന്യം. അങ്ങനെയാണ് ഈ ഭൂമി മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ ഈ മാതാപിതാക്കൾ പറയില്ലേ, മക്കളെ ഒരു ദിവസം വരെ കഴിഞ്ഞു, ഒരാഴ്ച വരെ കഴിഞ്ഞു പോകാം, ഇത്ര ലീവോ ഉള്ളോ എന്നൊക്കെ ചോദിക്കില്ലേ? ഇതുപോലെ തന്നെയാണ് ദൈവത്തിൻ്റെ ഹൃദയവും. ദൈവം നമ്മോട് ചോദിക്കുന്നൊരു ചോദ്യം എന്ന് പറയുന്നത്, നിനക്ക് ഇത്ര എൻ്റെ അടുത്ത് ഇരിക്കാൻ പറ്റുന്നുള്ളോ? ഐ വാണ്ട് ടു എൻജോയ് ദാറ്റ് റെസ്റ്റ് വിത്ത് യു. നിൻ്റെ കൂടെ സ്വസ്ഥമായിട്ടിരിക്കാൻ. നമ്മൾ 5 മിനിറ്റ് പോലും ദൈവത്തിൻ്റെ അടുത്ത് ഇരിക്കാൻ പറ്റാത്തവരായി മാറിക്കഴിഞ്ഞിരുന്നു ബിക്കോസ് ഓഫ് സിൻ, പാപത്തിൻ്റെ ആ ഒരു പോരാട്ടം കാരണം. എന്നാൽ പ്രിയ സഹോദരങ്ങളെ, കർത്താവ് നമുക്ക് വേണ്ടി മരിച്ച ആ പാപത്തെ നമ്മൾ വിടുവിച്ച് കഴിഞ്ഞപ്പോൾ പിതാവുമായി നമുക്ക് സമാധാനമുണ്ടായി. നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടു, നമ്മൾ സ്വർഗത്തിൽ സ്വീകരിക്കപ്പെട്ടു എന്നുള്ളൊരു ബോധ്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ കർത്താവിനെ പ്രസാദിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ രക്ഷ നേടാൻ വേണ്ടി ഓടി നടക്കുന്ന ആ അധ്വാനത്തിൻ്റെ കൺഫ്യൂഷനിൽ നമ്മൾ രക്ഷപ്പെട്ടിട്ട് വിശ്വാസത്താൽ കർത്താവിൽ ആശ്രയിക്കുമ്പോൾ നമ്മൾ പിതാവുമായ ഒരു സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുന്നു. ഈ ശബത്തനുഭവത്തിലേക്ക് വരാൻ വേണ്ടിയാണ് ഈ എഴുത്തുകളെല്ലാം, നമ്മുടെ പാഠങ്ങളെല്ലാം, പഠനങ്ങളെല്ലാം ആ ഒരു ശബത്തനുഭവത്തിലേക്ക് നമ്മൾ കടന്നു വരാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ഇവിടെ എബ്രായ ലേഖനകർത്താവ് പറയാണ്, അതുകൊണ്ട് ആരും അനുസരണക്കേടിൻ്റെ സമദൃഷ്ടാന്തത്തിനൊത്തവണ്ണം വീഴാതിരിക്കേണ്ടതിന് നിങ്ങളും ആ സ്വസ്ഥതയിൽ പ്രവേശിക്കാൻ ഉത്സാഹിക്കുക. നമ്മുടെ ഉള്ളിൽ സ്വസ്ഥത നഷ്ടപ്പെടുമ്പോഴാണ് നമ്മൾ അനുസരണം കെട്ടവരായി മാറുന്നത്. എങ്ങനെ ജീവിക്കുമെന്നുള്ള കൺഫ്യൂഷൻ നിങ്ങളുടെ ഉള്ളിലേക്കുണ്ടായി. നാളെ എവിടെ നിന്ന് പൈസ വരും, നാളെ എന്ത് ചെയ്യും എന്നൊരു കൺഫ്യൂഷൻ നിങ്ങളുടെ ഉള്ളിലുണ്ടായി. സ്വസ്ഥത പോയല്ലോ. ഈ സ്വസ്ഥത പോകുമ്പോൾ അടുത്ത പ്രശ്നം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അനുസരണക്കേടിലോട്ട് പോകുന്നുള്ളതാണ്. ഇപ്പോൾ ദൈവം നമുക്ക് തരുന്ന ഏറ്റവും വലിയ വാഗ്ദത്തമാണ് സ്വസ്ഥത, 7th ഡേ എന്ന് പറയുന്നത്. അതിപ്പോഴും തുടരുന്നു എന്നുള്ളത് വലിയൊരു അത്ഭുതമാണ്. ഇതുവരെയും ആ ഡോർ ദൈവം അടച്ചിട്ടില്ല. സൃഷ്ടികൾക്ക് ഏത് സമയത്തും വിശ്വാസത്താൽ അങ്ങോട്ട് പ്രവേശിക്കാം. വിശ്വസിച്ചവരായ നാമല്ലോ സ്വസ്ഥത പ്രാപിക്കുന്നത് എന്ന് ഈ വേദവചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ഈ സ്വസ്ഥത, അതായത് ദൈവം നമുക്ക് തരുന്ന സ്വസ്ഥത, അത് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട്. വ്യക്തിപരമായിട്ട് ഞാൻ വിശ്വസിക്കുന്നത്, എനിക്ക് കുറച്ചും കൂടി ഒരു പെർസ്വേസീവായിട്ട് തോന്നുന്നത്, ദൈവം സൃഷ്ടിച്ച ദിവസങ്ങൾ ലോങ് ദിവസങ്ങളായിരുന്നു തന്നെയാണ് എൻ്റെ മനസ്സ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിനകത്ത് ചില ഒബ്ജക്ഷൻസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അത് എന്ത് ഒബ്ജക്ഷൻ ഉണ്ടെങ്കിലും അതിനെ ബൈപ്പാസ് ചെയ്യുന്നത്ര. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചെടികളുണ്ടായി, സൂര്യനില്ല. സൂര്യൻ വേണമെന്നില്ല, വെളിച്ചം അതിനു മുമ്പേ ഉണ്ട്. ഈ സൂര്യൻ എന്നുള്ളൊരു ക്ലാസിഫിക്കേഷൻ 4ാമത്തെ സമയം നടക്കുന്നുണ്ടെന്നേ ഉള്ളൂ. അത് നമുക്ക് കാണാവുന്ന രീതിയിൽ ഈ സൂര്യൻ ആകാശവിധാനത്ത് കാണുന്ന രീതിയിലായത് അന്നേരമാണെന്നേ ഉള്ളൂ. അതിനുമ്പും വെളിച്ചമുണ്ട്, ആദ്യത്തെ ദിവസം തന്നെ വെളിച്ചമുണ്ട്. അപ്പോൾ വെളിച്ചം മതി ഈ സസ്യങ്ങൾക്ക് സർവൈവ് ചെയ്യാൻ. അപ്പോൾ എല്ലാറ്റിനും കൃത്യമായ ഉത്തരം വേദപുസ്തകത്തിലുണ്ട്. എല്ലാറ്റിനും ആശ്വാസം നൽകുന്ന വചനവും വേദപുസ്തകത്തിലുണ്ട്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ ആശ്വാസം പ്രാപിക്കുവാൻ ദൈവം നമ്മൾ ഓരോരുത്തരെ സഹായിക്കുമാറാകട്ടെ. സ്വസ്ഥതയിലേക്ക് നിങ്ങൾ ഇനിയും പ്രവേശിച്ചിട്ടില്ലെങ്കിൽ രക്ഷാകരമായ സത്യങ്ങളിലേക്ക് വന്ന് ക്രിസ്തു നമുക്കായി മരിച്ച ആ യാഗത്തിലൂടെ നമുക്ക് എന്നേക്കുമായി പിതാവിൻ്റെ അടുക്കിലേക്കുള്ള പ്രവേശനവും ദേവാലയത്തിൻ്റെ മഹാപുരോഹിതനും നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നതുകൊണ്ട് നാം ധൈര്യപൂർവ്വം പ്രത്യാശപൂർവ്വം അവൻ്റെ അടുത്തേക്ക് ചെല്ലുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, അങ്ങയുടെ പുത്രനിലൂടെ ഞങ്ങളെ സ്നേഹിക്കുകയും ഞങ്ങൾക്ക് സ്വസ്ഥത തരുവാൻ ആഗ്രഹിക്കുകയും അങ്ങ് ഞങ്ങളുടെ ഒപ്പം സ്വസ്ഥതയിൽ ഇരിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്ത ദൈവമേ, ആ അത്ഭുതത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. സകലത്തെ സൃഷ്ടിച്ച ദൈവത്തിന് ഞങ്ങളോടുള്ള ഇൻട്രസ്റ്റ്, ഞങ്ങളോടുള്ള താല്പര്യം, ഞങ്ങളോടുള്ള സ്നേഹം ഞങ്ങളുടെ ബുദ്ധിക്ക് ഒതുങ്ങുന്നതല്ലെങ്കിലും വചനം അങ്ങനെ പറയുന്നതുകൊണ്ട് കർത്താവെ, ഞങ്ങൾ പൂർണ്ണമായും അത് വിശ്വസിക്കുന്നു. അങ്ങയെപ്പോലെ ആരുമില്ല, അങ്ങയെപ്പോലെ സ്നേഹിക്കുന്ന ആരുമില്ല. അങ്ങ് ഒരിക്കലും ഞങ്ങളുടെ കൈവിടാത്ത ദൈവമാണ് കർത്താവ്. ഞങ്ങൾ പലപ്പോഴും അങ്ങയെ വേദനിപ്പിക്കുമ്പോഴും കർത്താവെ, അങ്ങ് ഞങ്ങളുടെ കൈവിടാത്ത ദൈവമാകയാൽ ആ സ്വസ്ഥതയിലേക്ക് ഞങ്ങൾ എപ്പോഴും നിർബന്ധിച്ചുകൊണ്ടിരിക്കാൻ ഞങ്ങൾക്ക് നന്ദി പറയുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.